ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ കുറ്റം കൊണ്ടാണ്, അല്ലെങ്കിൽ ആരുടെ പാപങ്ങൾ നിമിത്തമാണ്, ഇവന്റെ മാതാപിതാക്കളുടെ ആണോ എന്ന് ചോദിക്കുകയാണ് ശിഷ്യന്മാർ ഈശോയോട്. അന്ധനായ ഒരു മനുഷ്യനെ സൗഖ്യം കൊടുക്കുന്ന സമയത്ത് അതിന്റെ കാരണം ഈ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ്. ശിഷ്യന്മാർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്. അതായത് എന്തെങ്കിലും പാപം ചെയ്താൽ അതിന്റെ ഫലമായിട്ടാണ് ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, ഒരാൾ അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ടാണ് ഒരു കാര്യം ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈശോ പറയുകയാണ്, അങ്ങനെ മാത്രമല്ല സംഭവിക്കുക, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഒരാളിൽ പൂർത്തിയാകാൻ വേണ്ടി കൂടി ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കുമെന്ന് പറയുകയാണ്. നമ്മൾ ഒരേ ഇന്നത്തെ വചനഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിലെ ചില പരാജയങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ചില രോഗങ്ങൾ, എൻ്റെ ജീവിതത്തിലെ ചില അവസ്ഥകളെല്ലാം അത് ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നതാണ്. എല്ലാം എൻ്റെ പ്രവൃത്തികളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതല്ല, മറിച്ച് ചില കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് പറയുന്നത് ദൈവം അനുവദിക്കുന്നവയും ഉണ്ട്. വിശുദ്ധരുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇത് തന്നെയാണ്. ഇതെല്ലാം ദൈവം അനുവദിക്കുന്ന ചില കാര്യങ്ങളാണ്. ദൈവം അനുവദിക്കുന്ന വേദനകളോട് ചേർന്ന് നിന്ന് ആ ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിയതിനെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ ദൈവം നൽകുന്ന കൃപയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.